ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യനെ പറ്റി ലോഞ്ച് ആവുന്നതിനെ കുറച്ച് ലീക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് എന്നാണ് ഫ്രീ ഫയർ ഇന്ത്യ റിലീസ് ആവുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നില്ല. നമ്മളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ലീക്കായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഫയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 2-3 മാസങ്ങൾക്ക് മുന്നേയായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പ്രീ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രീ ഫയർ ഇന്ത്യ ഉടനെ തന്നെ റിലീസ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കണ്ടു ഞാൻ വിചാരിക്കും. ഞാൻ മുന്നേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 90 ഡേയ്സ് കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രീ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി പ്രീ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രീ രജിസ്ട്രേഷൻ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് വെച്ചേക്കുക. ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഉപകാരം വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഫ്രീ ഫയർ ലോഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന വേറെ എന്തെങ്കിലും നമ്മൾ കുറച്ച് ലീക്കായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം റീലോഞ്ചിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം ഒരിക്കലും നമ്മുടെ ഫ്രീ ഫയർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീൻസ് നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് വലിയ സെലിബ്രിറ്റീസ് കളിക്കാർ കാര്യങ്ങളൊക്കെ അവന്മാരുടെ കയ്യിൽ ഒരിക്കലും കൊടുത്തിട്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അവർ ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അവന്മാരുടെ കയ്യിൽ കൊടുത്തിട്ടാണ്. കാരണം നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമിനെ അവർ പ്രൊമോഷൻ ചെയ്യുക. കാരണം വെച്ചാൽ ഒരുപാട് ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമിന്. അപ്പോൾ അതേപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലാണ് കാരണം നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമൊക്കെ പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ടെക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഒരുപാട് മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കയ്യിൽ കൊടുത്തിട്ടാണ് കാരണം നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം റീലോഞ്ചിങ്ങിൻ്റെ സമയത്ത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമിന് കൂടുതൽ ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ 3.17K സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ നമ്മുടെ ടെക് റിലേറ്റഡ് കണ്ടൻസ് കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബറുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ പുള്ളിക്കാരൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം ഉടനെ തന്നെ ലോഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയതാണ് ആ പുള്ളിക്കാരൻ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നത് ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം ഉടനെ തന്നെ റിലീസ് ആവുമെന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം ഉടനെ തന്നെ റിലീസ് ആവട്ടെ, നമുക്ക് എല്ലാവർക്കും ഹാപ്പിയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യനെ പറ്റി നമുക്ക് വേറെ ലീക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചറിയ ഒരു പുള്ളിക്കാരൻ പറയുന്നത് എന്താണ്. देखो मुझे कुछ डेट वेट नहीं देना बट इवेंचुअली അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഈ ഒരു മാസം ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം ലോഞ്ച് ആവുമെന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം എന്തായാലും ലോഞ്ച് ആവത്തില്ല എന്നാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ധോണി സാറാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മുടെ IPL കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം ലോഞ്ച് ആവാൻ വളരെ ചാൻസ് കമ്മിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം ഉടനെ തന്നെ റിലീസ് ആവട്ടെ, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം തോന്നുന്നു നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം റിലീസ് ആവുന്നത് നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സും പറയും നമ്മുടെ ജൂലൈയിലാണ് വരുന്നതെന്നാണ്. അപ്പോൾ എനിക്കും തോന്നുന്നു ജൂലൈയിലാണ് വരുന്നത്. കാരണം അവന്മാരുടെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ജൂലൈക്ക് ആവുന്ന ചാൻസ് കൂടുതൽ. കാരണം ആദ്യം നമുക്ക് റിലീസ് പോസ്റ്റർ കാര്യങ്ങളൊക്കെ വരണമല്ലോ, എന്നിട്ടാണല്ലോ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിമൊക്കെ റീലോഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം അതൊക്കെ വന്ന് അതിന് ട്രെയിലർ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് പറയുന്ന ഗെയിം റിലീസ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു അതൊന്നും ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.